ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ്. സരിന് ഇങ്ങനെ ബൈക്ക് ഉരുട്ടി വരുന്നത് ഞാൻ നല്ല ടെൻഷനോടെ അവിടെ നിന്നത്. ശാന്തിച്ചു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ അപ്പോൾ ഇന്ന് നമ്മൾ എവിടേക്കോ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ശിവതിൻ്റെ, അതായത് ചേച്ചിയുടെ മോൻ്റെ കളരിയിലെ ഓണാഘോഷത്തിനാണ്. ഐ നോ ലൈക്ക് 2 മാസമായി ഓണമൊക്കെ കഴിഞ്ഞിട്ട്, ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു സേവ് ഓൾ ദീസ് മെമ്മറീസ്. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഈ വ്ളോഗൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാണ്ട് വെച്ചിരുന്നതെല്ലാം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാണ്. ഹലോ, ഈ കമ്മൽ കൊള്ളാവോ? സാരി പറയുന്നു ഈ കമ്മൽ ഇതിനോട് ചേരൂല. ബോഡി യൂസ് ആയി നല്ല രസമല്ലേ? പക്ഷെ അവൻ പറയുന്നു കൊള്ളൂല. പക്ഷെ ഞാൻ എനിവേ ഇട്ടു. മുടിയൊന്ന് സ്റ്റൈൽ ചെയ്തതിന് ഇന്നലത്തെ പുതിയൊരു സ്റ്റൈൽ വന്നില്ല, അതുകൊണ്ടാണ് മുടി സ്റ്റൈൽ ചെയ്ത് നോക്കി വാല പോലെ. കെട്ടിയോൻ്റെ ഈ പാസത്തിന് ഞാൻ കൊടുത്തതോ അൾട്ടിമേറ്റ് പുച്ഛമായിരുന്നു. കാരണം നേരത്തെ കമ്മൽ കൊള്ളില്ല എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ദേഷ്യം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് റോഡ് കയറാനായിട്ട് ഈ ഒരു വഴിയിൽ കൂടെയാണ് വരേണ്ടത്. എന്ത് രസമാണെന്നറിയാമോ ഇവിടുത്തെ വഴികളൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ശിവത്തിൻ്റെ കളരിയിലെ ഓണാഘോഷ പരിപാടിക്കെത്തി. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കസേര കളിയൊക്കെ ആയിരുന്നു. ആൻഡ് ശിവത് വന്നിട്ട് നമ്മൾ വന്നതറിയാണ്ട് അവിടെ കിടന്നങ്ങ് അർമാദിക്കുകയാണ്. ബോയ്സിൻ്റെ കസേര കളി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഗേൾസിൻ്റെ ആയിരുന്നു. അപ്പോൾ ഈ ബഹളങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കുരുപ്പുകളെ കണ്ടോ, വീട്ടിൽ നിന്ന് അടിപൊളിയായിട്ടൊക്കെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഒരുക്കി വിട്ടതാണ്. പക്ഷെ കണ്ടോ കുരുത്തക്കേടിൻ്റെ അങ്ങേറ്റ ചളി കിടന്നൊക്കെ അങ്ങനെ കിടന്നങ്ങ് മറിയുക. എനിക്കാണെങ്കിലും ഈ കളരി, ക്ലാസിക്കലായിട്ടുള്ള മ്യൂസിക്, ഡാൻസൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു റൊമാൻറ്റിഫിക്കേഷനാണ്. ഡാൻസൊക്കെ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറയാം, പക്ഷേ ഈ കളരിയൊക്കെ ഇനി ഈ പ്രായത്തിൽ പഠിക്കാനാവോ എന്തോ. പക്ഷെ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. കസേര കളി കഴിഞ്ഞിട്ട് DJ ഒക്കെ ആയിരുന്നു. അതിനുശേഷം എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതുവരെ ഒന്നും കാണാനായിട്ടൊന്നും നിന്നില്ല. നമുക്ക് കളരിയിൽ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കളരിക്ക് പുറത്ത് നിന്നുകൊണ്ട് DJക്ക് ആസ്വദിച്ചിട്ട് ഇറങ്ങാൻ പോയപ്പോൾ അവിടുത്തെ ഒരു അമ്മ വന്നിട്ട് എന്നിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് നേരെ പോയിട്ട് പായസം തന്നിട്ട് പായസം കുടിക്കും. ഇവിടെ വന്നിട്ട് പായസം തന്നിട്ട് വിടുന്നു. വെറുതെ വന്നതാണ്. പായസം കുടിക്കണം. അമ്പലത്തിൽ കിട്ടുന്ന പായസം. അപ്പം അവിടുന്ന് അടിപൊളി പായസമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ഇതൊക്കെ സൈഡിൻ്റെ സ്പോട്ടാണ്, എനിക്കിന്ന് സ്പോട്ട്. പക്ഷെ മഴ പെയ്യുന്നു.
എന്തായാലും വലിയ മഴയൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉമ്മയുടെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ ഈ ഒരു അബ്ദുള്ള സമൂസ എന്ന് പറയുന്ന ഈ ഒരു കട പെട്ടെന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചിക്കൻ സമൂസയൊക്കെ മേടിച്ചിട്ട് നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ചേച്ചി പെട്ടെന്ന് ഫോൺ കിട്ടപ്പോൾ കോൺഷ്യസ് ആയതാണ്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും ഫസ്റ്റ് ഇരിക്കുന്നത് ചേച്ചിയാണ്. ഇതാണ് നമ്മൾ നാരായണ എടുത്ത് നിന്ന് വിളിക്കുന്ന ചേച്ചിയുടെ അമ്മായി. പിന്നെ കൊറോണ കാലത്ത് കുറേ കാലം സരിന് ഇവിടെ ഉണ്ടായിരുന്നു. കാരണം തറവാട് വീടാണല്ലോ ഇപ്പോഴത്തെ വീട് സരിൻ്റേത്. അപ്പോൾ ആ സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ വർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ ആയിരുന്നു കുറേ കാലം. ഈ വീട് നല്ല പഴമ തുളുമ്പുന്ന വീടെന്നൊക്കെ പറയില്ല, അങ്ങനെ തോന്നുന്നില്ല. നല്ല പഴക്കമുണ്ട് ഈ വീടിന്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഈ വീട് ഇവിടെ കാണില്ലെന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. അത്രയ്ക്ക് പഴയ വീടായതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് പൊളിച്ചിട്ട് പുതിയൊരു വീട് പണിയാനാണ് ചേച്ചിയുടെ പ്ലാൻ. ഓടിച്ചോണ്ടാ അപ്പോൾ ഏതാ ചേച്ചിയുടെ ഒരു അടിപൊളി ദം ബിരിയാണി ഇതാ റെഡി ആയിരിക്കുകയാണ്. യൂട്യൂബിൽ അപ്ലോഡ് ഇല്ല, അപ്പം വരുന്നില്ല, കുഴപ്പമില്ല. എന്നാലും അറിയണ്ടേ ഈ പാചകക്കാരി ലോകം അറിയട്ടെ. ടേസ്റ്റ് ആണ് എന്തായാലും കാര്യമില്ല. നല്ല മണമുണ്ട് കേട്ടോ, സത്യം മണമുണ്ട്. എന്റെ ഇതിന്റെ അകത്താ എടുക്കുന്നത്. പിന്നെ ഇല്ലേ ബിരിയാണി കൊണ്ടുപോകും. ബിരിയാണി അത് ഇവിടെ ഇരുന്ന് കഴിക്കണം. നല്ല സുഖം. ഇതേപോലെ ചീവീടിൻ്റെ ശബ്ദം കേൾക്കും എപ്പോഴും. അവിടെയാണെങ്കിൽ അങ്ങനെ സുഖം. ഇവിടെ ഇരുന്നിട്ട് കാറ്റൊക്കെ കണ്ടിട്ട് ഈ അടിപൊളി ബിരിയാണി. തലശ്ശേരി ബിരിയാണിയാണോ അത്? കോഴിക്കോടൻ ബിരിയാണിയാണോ? ഇത് മന്തി ബിരിയാണി, ഒന്നും അറിയില്ല ചിക്കൻ. അതൊക്കെ കഴിച്ച് ഇങ്ങനെ കുറവുള്ളതാ ഇതാ. അതായിരുന്നു എനിക്ക് വേണ്ടത്. ടേസ്റ്റ് കൊണ്ട് ചിലപ്പോ തിന്നു നല്ല ടേസ്റ്റ് സുമിന സ്പെഷ്യൽ. സുമിന ആരാന്നല്ലേ? ബിരിയാണി എങ്ങനെയുണ്ട് സനു? ബിരിയാണി സൂപ്പർ ബിരിയാണി. പണ്ടല്ല ഞങ്ങളെ ചെറിയ കാലത്ത് പേടിച്ച് ഓടിക്കല കുഞ്ഞച്ചൻ്റെ എൻ്റെ അപ്പുറത്തല്ലേ. അങ്ങനെ ബിരിയാണിയൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ചേച്ചിയുടെ നാത്തൂൻ്റെ വീട്ടിലാണ്. അവിടെയും കൂടെ ബിരിയാണി കൊടുക്കാനായിട്ട് ചേച്ചി തന്നയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ പശു വഴി നടന്ന് എന്തായാലും പശു വഴിമാറി തന്നു. അങ്ങനെ നമ്മൾ പോവാണ്. നിന്നെ പേടി ഇല്ല, വീട്ടില് പ്രേതം ഉണ്ടെന്ന് പറയുന്നത്. ശരിക്കും സനുക്കുട്ടൻ പറഞ്ഞ പോലെ അത്രയും കാട് പോലെ ഇരിക്കുന്നവരുടെ ആ ഒറ്റപ്പെട്ട വീട് കണ്ടപ്പോഴത്തേക്കും ഒരു ഹൊറർ ഫീലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ മൊത്തത്തിൽ അവിടെ ഫുള്ള് ഒറ്റപ്പെട്ട വീടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ സനുക്കുട്ടൻ എന്തോ ബിരിയാണിക്ക് പിടിച്ച് മുന്നേ നമ്മളെ വഴിതടിച്ച് നടക്കുന്നുണ്ട്. ശരിക്കും കാടിൻ്റെ നടുക്ക് ഒറ്റപ്പെട്ടിരിക്കുന്ന വീട് പോലെ തന്നെയാണ് ചേച്ചിയുടെ നാത്തൂൻ്റെ വീടും ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഐ എം ലവിങ് ഇറ്റ്. അവിടെ ഇരുന്നിട്ട് ഈ ഒരു കട്ടനൊക്കെ കുടിച്ച് ഇതൊക്കെ ആസ്വദിച്ചിരുന്നു. ഒരു മഴയും കൂടെ പെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. പിന്നെ ഇതേ അവിടെ ഇരിക്കുന്നതാണ് ശാന്ത എടുത്ത്, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ചേച്ചിയാണ്. ആ ശാന്ത ചേച്ചി ഇറങ്ങി താഴോട്ടേക്ക് പോകും. ഇവന് വഴി അറിയാമോ? കാറ് പോണ വഴി അറിയാവോ?
എന്തായാലും ശാന്തയെടുത്തി അത്രയും നിർബന്ധിച്ചുകൊണ്ട് ശാന്തയെടുത്തിയുടെ വീടും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശാന്തയെടുത്തി നമ്മളെയും കൂട്ടിയിട്ട് അങ്ങ് ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതുവഴി അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ശാന്തയെടുത്തിയുടെ വീടെത്തി. ശരിക്കും പറഞ്ഞാൽ ഇടത്തെ കാണുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തൊരു സ്നേഹമാണ്, നമ്മളെ പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ സൽക്കാരത്തിൻ്റെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട. ഈ പരിസരത്ത് ഇത്രയും പരിസരത്ത് വീടുണ്ടായിട്ട് ഈ വീടിനാണ് ശുചിത്വ വീട് കിട്ടിയത്. കണ്ടാ, വെറുതെ അല്ല ശുചിത്വ വീട് കിട്ടിയ, കണ്ടില്ല ആ ഒരു വിറകും എല്ലാ കാര്യങ്ങളും അടുക്കി പറക്കി എല്ലാം വൃത്തിയാക്കി എന്ത് ഭംഗിയായിട്ടാണ് ഇടത്ത് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അതുപോലെ ഇടത്ത് ഇവിടെ തന്നെയാണ് താമസം. ഇടത്തേക്ക് കുട്ടികളില്ല, ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പോൾ 5-6 വർഷമായി. അപ്പോൾ ഒറ്റയ്ക്കാണ് ഇടത്ത് ഈ ഒരു വീടിനെ ഇത്രയും ഭംഗിയായിട്ട് പരിപാലിക്കുന്നത്. ശരിക്കും ആ വീട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ വലിയൊരു മിസ്സായിരുന്നു തന്നെ. അവിടെ ഇരിക്കുമ്പോഴേക്ക് എന്തൊരു സമാധാനമായിരുന്നു എന്നറിയാമോ. എനിക്കറിയാം ഇടത്ത് ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ഒരിക്കലും ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല. ചുറ്റുമുള്ളവരും എല്ലാവരും ആയാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും കൂട്ടുകാരികളൊക്കെ വരും. അപ്പോൾ ആ ഒരു ഗ്രാമീണത്തിൻ്റെ ആ ഒരു നന്മ എന്നൊക്കെ പറയുന്ന ഇതാണ്. ഓഫ് കോഴ്സ് കുറേ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും അടുത്ത് കിടക്കുമ്പോൾ തന്നെ കുറേ ജഡ്ജ്മെൻറ്റൽ കാര്യങ്ങളും എസ്പെഷ്യലി സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, അതെനിക്കറിയാം. പക്ഷേ എന്നാലും ഇതൊക്കെയല്ല ഈ ഒരു സോഷ്യൽ ഫാബ്രിക്കേഷൻ അല്ലേ ശരിക്കും നമ്മുടെ സോൾ നറിഷിങ് എന്നൊക്കെ പറയുന്നത്. വെറും വെള്ളം അത് ഏറെ കയറ്റിക്കില്ല, വെള്ളം രണ്ടിലും നിറച്ചു. അങ്ങനെ ദേണ്ട് വീണ്ടും ഒരു കട്ടൻ അവിടെ ഇരുന്ന് കട്ടനും എല്ലാം കഴിക്കുന്ന കണ്ടതാണ്. എന്നിട്ടും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവൻ നേന്ത്രപ്പഴം വരെ കഴിപ്പിച്ചിട്ടാണ് നമ്മളെ വിട്ടത്. വീഡിയോ എടുത്തതിനാണ് ഇടത്തേ ഓടുന്നത്. എന്തായാലും അവിടെ പോയി നല്ല എന്താ പറയുക മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ പോയതിൽ ശാന്തയെടുത്തിയുടെ മനസ്സ് നിറഞ്ഞെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സരിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആയ ആഴഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്കാണ് പോയത്. ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്, ഒരു കനാലും പാലവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല പച്ചപ്പൊക്കെയുള്ള ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം. അവിടുത്തെ മാണിക്കോത്ത് പാലം നല്ല ഫേമസ് ആയിട്ടുള്ള ഇടമാണ്, അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. മഴയിൽ പോകാൻ മഴ പെയ്ത് മഴ നീ ഞാൻ ഇറങ്ങി നടക്കട്ടെ. പാലത്തിന് അങ്ങോട്ട് പോകാനായിട്ട് ഈ മഴ പെയ്ത് ചളി പിടിച്ച് കിടക്കുന്ന ഈ ഒരു വഴിയേ ഉള്ളൂ. ഇത് ഞാൻ വീണതല്ല, ഇത് ബൈക്ക് മുന്നോട്ട് ആ ചളിയിലോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പതിയെ പോകാൻ പറ്റുമെന്ന് നോക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്നു. അരുണാണെങ്കിൽ എന്നെ ആ ഒരു സ്പോട്ടിൽ കൊണ്ടുപോകണം എന്ന് തന്നെ, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മോശമായിട്ടുള്ള വഴിയിലും എങ്ങനെയെങ്കിലൊക്കെ പോകാനായിട്ട് പുള്ളി ശ്രമിക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ചില ഒഴുക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും ആസ്വദിക്കാൻ നമ്മൾ മറന്നില്ല. അങ്ങനെ എല്ലാം ആസ്വദിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് മുന്നോട്ട് ഇനി പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ നേരെ തിരിച്ച് ഈ ഒരു പാലം, അതായത് അവിടെ അടുത്ത് തന്നെ പുതിയതായിട്ട് കിട്ടിയ ഒരു പാലമാണ്. അപ്പോൾ ആ ഒരു പാലത്തിലേക്ക് നമ്മൾ പോയി അവിടെ നിന്നിട്ട് വ്യൂ ഒക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ഇത് നിറച്ചും കവിഞ്ഞൊഴുകുന്ന നീല വെള്ളം, ഇങ്ങനത്തെ ഒരു പാലം. പാലം വെച്ചാൽ പഴയ പാലം. എവിടെയാ സ്ഥലം പറഞ്ഞ? പാടവാ? പാടവും പിന്നെ പാലം, ഇങ്ങനത്തെ ബ്രിഡ്ജ് ഈ പാലമല്ല, നല്ല പഴയ പാലങ്ങളില്ലേ, പഴയ ബ്രിട്ടീഷുകാരിലുണ്ടാക്കിയ അങ്ങനത്തെ ക്രോസ് ചെയ്യുന്ന പാലം. നല്ല വ്യൂ എന്ന് വെച്ചാൽ കിഡിലോസ് ടു. അത് പോയി ഇങ്ങനെ അറ്റം വരെ പോവാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോട്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടുന്ന് റോഡ് വഴി തിരിച്ചു വരാൻ പറ്റുമെന്നാണ് എൻ്റെ വിഷയം. ആയഞ്ചേരിയിലുള്ള ഈ ഒരു കനാൽ എന്ന് പറഞ്ഞാൽ വടകര മാഹി കനാലിൻ്റെ ഭാഗമാണ്. ഇത് വന്നിട്ട് നമ്മുടെ മാഹിയിലുള്ള മയ്യഴി പുഴ. ഓ മൈ ഗോഡ്, ഭയങ്കര ഒരു ടങ് ട്വിസ്റ്റർ ആയിപ്പോയി. അതായത് മയ്യഴി കണ്ണിൽ ആ ഒരു പാട്ടൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. എനിവേ, അപ്പോൾ ഈ ഒരു മയ്യഴി പുഴയും
പിന്നെ നമ്മുടെ കുറ്റിയാടി വടകരയിലുള്ള നമ്മുടെ കുറ്റിയാടി റിവറും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇൻലാൻഡ് വാട്ടർ സിസ്റ്റം, അതായത് ജലഗതാഗത പദ്ധതിയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 1964 പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് 2013 അത് നിലവിൽ വന്നത്. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞ പോലെ ഒരു ജലഗതാഗതമാണെങ്കിൽ അതൊക്കെ ഈ കാലത്ത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വേറെ വേസ് ഓഫ് ട്രാൻസ്പോർട്ട് ഉള്ളത് കൊണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പരിസരത്തെ കൃഷി ആവശ്യത്തിനുള്ള ജലസേചനവും പിന്നെ ടൂറിസത്തിൻ്റെ ഭാഗമാക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വലിയൊരു വിഷനോട് കൂടിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഈ കനാലിനോട് ഇങ്ങനെ നടന്നു പോയാൽ മാണിക്കോത്ത് പാലം, അതായത് നമ്മുടെ തച്ചോളി യുദ്ധനൻ്റെ മാണിക്കോത്ത് കോവിലകമൊക്കെ എനിക്കിത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്കും അവിടേക്ക് ഒന്ന് പോയി കാണണം. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു മാണിക്കോത്ത് പാലത്ത് നിന്ന് നോക്കുമ്പോൾ ചുറ്റും വയലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ഒരു വ്യൂ എന്നാണ് സരിൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സരിൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ അവിടെ കൊണ്ടുപോകണം എന്ന് തന്നെ. അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ വഴിയിലൂടെ പോകാൻ പറ്റുമെന്ന് ഇപ്പോൾ നോക്കുകയാണ്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു തട്ടിക്കൂട്ട് പാലത്തിലൂടെ സരിന് ഇങ്ങനെ ആ ഒരു ബൈക്കും കൊണ്ട് വരുന്നത്. അവിടെയാണെങ്കിൽ ഇങ്ങനെ എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു അപകടം മേലെ കനാലിൽ ഇറങ്ങുന്നത് നിരോധിച്ചിട്ടുണ്ട്. അപ്പം അതിലൂടെ സരിന് ഇങ്ങനെ ബൈക്ക് ഉരുട്ടി വരുന്നത് ഞാൻ നല്ല ടെൻഷനോടെ അവിടെ നിന്നത്. അങ്ങനെ ഞങ്ങൾ ബൈക്ക് അവിടെ വെച്ചിട്ട് ഇപ്പുറത്തെ വഴിയിലൂടെ നടന്ന് ആ ഒരു സ്ഥലത്തോട്ട് എത്താൻ പറ്റുമെന്ന് നോക്കുകയാണ്. എന്നെ നടത്തി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇത് നമ്മുടെ സ്ഥലമാണ്, ഇതുവരെ നടക്കണം. അങ്ങനെയൊന്നുമില്ല, ഇത് അൺലിമിറ്റഡ് ആയിട്ട് നടക്കും. ഒരുപാട് നടക്കാനുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അതിലൂടെ നടക്കാമെന്ന് പറഞ്ഞത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. ആ ചെളിയിലൂടെയൊക്കെ തന്നെ വീഴാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ പറമ്പുകൾ നിറയെ ഈ ഒരു മഞ്ഞപ്പൂവുണ്ട്. ഇതിന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മഞ്ഞ കയ്യോന്നി അല്ലെങ്കിൽ സിംഗപ്പൂർ ഡെയ്സി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ശരിക്കും വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഫുള്ളും ഇങ്ങനെ മഞ്ഞ ഇതാക്കിയിട്ട് അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ നടന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കി, മുന്നോട്ടിനി പോകാൻ പറ്റില്ല എന്ന്. ഫുള്ളി ബ്ലോക്കായിട്ടാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് വീട്ടുകാർ പറഞ്ഞയച്ചിട്ട് അവിടെ കണ്ടോ 2 കുട്ടികൾ, നമ്മളിവിടെ എന്തെന്ന് ചെയ്യണം നോക്കാൻ വേണ്ടിയിട്ട് 2 കുട്ടികളെ പറഞ്ഞയച്ചു. കാരണം അത്രയ്ക്ക് ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അങ്ങനെ അധികം ആരും ഇങ്ങോട്ടൊന്നും വരാറില്ല. അപ്പം എന്തായാലും നോക്കണമല്ലോ. കുട്ടികളൊക്കെ ഈ ഒരു പരിസരത്ത് നിൽക്കുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നുണ്ട്. അവരുടെ കുട്ടിക്കാലം അടിപൊളിയായിരിക്കും. ഈ ഒരു പാടവും കനാലും മീൻപിടുത്തവും പ്രകൃതി രമണീയതൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷേ എനിക്ക് ഉള്ളിൽ എന്താണെന്നറിയില്ല, ചെറിയൊരു പേടി തോന്നും. അവർ ശ്രദ്ധിക്കാണ്ട് അങ്ങോട്ടൊക്കെ മുന്നോട്ട് പോവുക അങ്ങനെയൊക്കെ ആയിട്ട്. ഒരു കാര്യമില്ലാത്ത ടെൻഷനാണെന്ന് എനിക്കറിയാം. എനിവേ നമുക്ക് ആ ഒരു പാലത്തിലോട്ട് പോകണമെന്നായിരുന്നില്ല, അതിന് വേറെ വഴിയൊക്കെ ഉണ്ട്. പക്ഷേ സാറിന് ഈ ഒരു വഴിയിലൂടെ ആ ഒരു പാലത്തിലോട്ട് എത്തണം, അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷെ ആ ഒരു ഉദ്യമം പാളിപ്പോയാണ് നമ്മൾ തിരിച്ച് നടന്നു. ഏതെല്ലോ വഴിയിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. നല്ല രസമുണ്ട്, നല്ല പച്ചപ്പ്. ഈ പറമ്പ് എല്ലായിടത്തും ഈ മുക്കുറ്റി പോവാണ്, ഈ മഞ്ഞപ്പൂ. ആ പൂവ് ഇങ്ങനെ. പിന്നെ ഇവിടെ കുറെ കാക്കയുടെ ശബ്ദം. നല്ല നാട്ടുവഴി, നല്ല രസമുള്ള സ്ഥലം. ഇതൊക്കെ എന്നും ഒരു മെമ്മറി ആയിട്ടാണ്. അതിനെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന ചളി കൂടെ വീഴുന്നതും എല്ലാം ഒരു മെമ്മറി അല്ലേ. അങ്ങനെ ഇതെടുക്കുന്നു. നല്ല രസമുള്ള സ്ഥലം. ഹായ്, നിങ്ങളുടെ നാട് ഇതാണോ? ആരെങ്കിലും ഈ നാടിന്റെ പേരെന്താ? അയഞ്ചേരി. അയഞ്ചേരി വടകരയിലല്ല, അയഞ്ചേരി. അപ്പം ഞങ്ങൾ അടിപൊളി സ്ഥലം കണ്ട് ആസ്വദിച്ചെങ്കിലും കാണാൻ വന്ന ഇടം കാണാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു സങ്കടത്തോടെ അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങി. അപ്പോൾ എന്തായാലും ആ ഒരു വിഷമം മറക്കാനായിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി. സാൻഡ് ബാഗ്സിനടുത്തുള്ള
താഴെ അങ്ങാടിയിൽ അവിടെ അടുത്തുള്ള ഒരു ബീച്ചാണ്. അതിലൂടെ പോകുമ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, എന്തുമാത്രം ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഇടങ്ങളൊക്കെ എന്ന് പറയില്ല, അങ്ങനെ എനിക്ക് തോന്നിയായിരുന്നു ആ ഒരു താഴെ അങ്ങാടി ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോയപ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെയാണെങ്കിൽ ഭയങ്കര സെഞ്ച്വറീസ് ഓൾഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അവിടെ പണ്ടൊക്കെ സ്പൈസസ് ട്രേഡിങ്ങും ഈവൻ ടിപ്പു സുൽത്താൻ വരെ ഈ ഒരു സ്ഥലത്ത് ആ ഒരു ട്രേഡിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ്, ടിപ്പു സുൽത്താൻ, കുഞ്ഞാലി മരക്കാസ് ഇവർ തമ്മിലുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗത്തെ ചൊല്ലി. ബിക്കോസ് ഒരുപാട് ട്രേഡൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 450 വർഷം പഴക്കമുള്ള ഒരു ജുമാ മസ്ജിദാണ്, താഴെ അങ്ങാടി ജുമാ മസ്ജിദ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്തുമാത്രം ചരിത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അതിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. അത്രയ്ക്കും പഴയ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആൻറ്റിക് ഗാലറീസ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അങ്ങനെ ചരിത്രമുറങ്ങുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മളിതാ ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ എനിക്ക് നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ചിട്ട് ബീച്ച് ആസ്വദിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് ഒരുപാട് ചായ കുടിച്ചുകൊണ്ട് ഒരു പലഹാരം എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. കോഫിയാണോ? എനിക്ക് കോഫി ഉണ്ട് കഴിക്കാൻ. ഇതെന്താ? ഒരു കോഫിയാണ്. ഇതെന്താ സാധനം? അത് അപ്പം, നെയ്യം. മധുരമുള്ളത്. ഇത് അതെന്തായിരുന്നു? അത് ഇതെന്തായിരുന്നു? ചിക്കൻ. അങ്ങനെ പലഹാരമൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ട് നമ്മൾ ബീച്ച് തിരയണ്ണയാണ്. അങ്ങനെ തിരയണ്ണിക്കൊണ്ടിരുന്നപ്പോഴാണ് സരിൻ പറയുന്നത്, അതുവഴി ഇങ്ങനെ ഡോൾഫിൻ പോലെ ഒരു മീൻ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നെന്ന്. എന്തായാലും ഞാൻ കുറേ നേരം നോക്കിയിട്ട് എനിക്ക് കാണാനൊന്നും പറ്റിയില്ല. നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ രാത്രി വരെ ബീച്ചിലിരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഡിന്നറിനായിട്ട് ഭക്ഷണമൊന്നുമില്ല. അങ്ങനെ ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല നാടൻ ഭക്ഷണം, ന്യൂ ഇന്ത്യ ഹോട്ടൽ സരിൻ്റെ ഫേവറേറ്റ് ഹോട്ടലാണ്, അവിടെ നല്ല നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനി അടുത്ത വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊത്തത്തിൽ ക്രിസ്മസ് മയമാണല്ലോ. അപ്പോൾ ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങും പിന്നെ ഒരു ചെറുതായിട്ട് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസിന് ഇവിടുത്തെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തൊരു കുട്ടി ഗെറ്റ് ടുഗെദറും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ്സൊക്കെയാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നാട്ടിൽ കുറേ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വ്ളോഗ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് അതൊക്കെ എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ട് ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് കിടക്കുമ്പോൾ, കാരണം പിന്നീടൊക്കെ എടുത്തു നോക്കുമ്പോൾ അതൊരു റിഫ്രഷിങ് ഫീല് തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പ്ലീസ് സപ്പോർട്ട്. ദിസ് ഇസ് ലൈഫ് ഷോർട്സ് ബൈ വിന്നി.